ഓം ശാന്തി. ജ്ഞാനാത്മാ നിരാകാരി ധാമം പരമധാമത്തിൽ എൻ്റെ നിരാകാരി സ്വരൂപത്തിൽ സർവശക്തിവാൻ മഹാജ്യോതി ശിവപിതാവിൻ്റെ സമീപമിരിക്കുന്നു. എൻ്റെ ദിവ്യ ഫരിസ്താ സ്വരൂപം ധാരണ ചെയ്ത് ഞാൻ പതുക്കെ പതുക്കെ താഴേക്കിറങ്ങി ഭൂഗോളത്തിനു മുകളിൽ അവതരിക്കുന്നു. ഞാൻ മുഴുവൻ വിശ്വത്തെയും കാണുന്നു. സർവ ആത്മാക്കളും ദുഃഖികളും അശാന്തരുമാണ്. ഇഷ്ടദേവികളെയും ദേവന്മാരെയും ഹൃദയത്തിൽ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നു. മുക്തിക്കു വേണ്ടി യാചിക്കുന്നു. ഇപ്പോൾ എൻ്റെ മാസ്റ്റർ മെഴ്സിഫുൾ സ്വരൂപം ജാഗൃതമാകുന്നു. ഞാൻ ബാപ്പ് ദാദയെ ആഹ്വാനം ചെയ്യുന്നു. ബാപ്പ് ദാദ സൂക്ഷ്മരൂപത്തിൽ ഞാൻ ഫരിസ്തയുടെ മേലെ ഛത്രഛായയായി ശ്രേഷ്ഠ സംഘത്തിൻ്റെ അനുഭവം ചെയ്യിക്കുന്നു. എൻ്റെ ദയാസ്വരൂപം സമ്പൂർണമായും ജാഗ്രതമാകുന്നു. ബാബയിൽ നിന്നും സുഖശാന്തിയുടെ കിരണങ്ങൾ ഞാൻ ഫരിസ്തയിലേക്ക് ഇടതടവില്ലാതെ വർഷിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ സ്വരൂപം അതിശക്തിശാലിയാകുന്നു. എന്നിലൂടെ ബാബയുടെ കിരണങ്ങൾ ഗ്ലോബിൽ പതിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വത്തിലെ ഓരോ ദുഃഖി അശാന്ത ആത്മാക്കളിലെത്തുന്നു. ആത്മാക്കൾ തൻ്റെ ജന്മജന്മങ്ങളിലെ ദുഃഖങ്ങളിൽ നിന്നും മുക്തമായി കൊണ്ടിരിക്കുന്നു. സ്വയം ആത്മവിശ്വാസം വന്നിരിക്കുന്നതായി അനുഭവം ചെയ്യുന്നു. സമയം സുരക്ഷിതമായിരിക്കുന്നു എന്ന അനുഭവം ഉണ്ടാകുന്നു. ശക്തി നിറയുന്നു. ഭയം സമാപ്തമാകുന്നു. ഞാൻ ഫരിസ്ത സാക്ഷിയായി സർവ ആത്മാക്കളിലേക്കും സഹനശക്തിയും നേരിടാനുള്ള ശക്തിയും കിരണങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നു. ആത്മാക്കൾ തങ്ങളുടെ പാപങ്ങളിൽ നിന്നും മുക്തമായി സമ്പൂർണ്ണ പവിത്രമായി പരമാത്മാവിൻ്റെ ശരണം പ്രാപ്തി ചെയ്യട്ടെ. മൂലവതനം മുക്തിധാമത്തിലേക്ക് മടങ്ങാൻ കഴിയട്ടെ. ഈ ആത്മാക്കളും തങ്ങളുടെ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തമാകട്ടെ. ഞാൻ നിമിത്ത ഫരിസ്ത മുക്തിദാത ബാബയുടെ സഹയോഗിയായി മാസ്റ്റർ മുക്തിദാതാവിൻ്റെ സ്വരൂപം
ഇമേർജ് ആക്കുന്നു. തൻ്റെ പവർഫുൾ ദൃഷ്ടി ആത്മാക്കൾക്ക് നൽകുന്നു. വിശ്വത്തിൻ്റെ ഓരോ കോണിലും എത്തുന്നു. നശ്വരമായ ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മാക്കൾ മുക്തിധാമത്തിലേക്ക് പറന്നുയരുന്നു. ഞാൻ മുക്തിദാതാവായി കാരണമെന്ന വാക്കിനെ നിവാരണമായി പരിവർത്തനം ചെയ്യുന്നു. ബാബയുടെ കൂട്ടുകെട്ടിൽ നിന്നും പിടിപ്പിച്ച സമാനമാകുന്നതിൻ്റെ ഹോളി ആഘോഷിക്കുന്നു. ഞാൻ നിമിത്തവും നിർമ്മാണവുമാകുന്നതിൻ്റെ വിധിയിലൂടെ സമ്പാദ്യത്തിൻ്റെ ഖജനാവുകൾ ശേഖരിക്കുന്നു. ഞാൻ ആത്മീയ ലഹരിയിലിരിക്കുന്ന നിശ്ചിന്ത ചക്രവർത്തിയാകുന്നു. ബാബ ശേഖരണത്തിൻ്റെ കണക്ക് നോക്കുന്നു. ഞാൻ പുരുഷാർത്ഥമനുസരിച്ച് സമ്പാദ്യം ശേഖരിക്കുന്നു. രണ്ടാമത്തെ ശേഖരണമാണ് ആശീർവാദങ്ങളുടെ സമ്പാദ്യം. മൂന്നാമത്തേത് പുണ്യത്തിൻ്റെ സമ്പാദ്യം. സേവനം ചെയ്യുമ്പോൾ നിസ്വാർത്ഥവും പരിധിയില്ലാത്ത വൃത്തി, സ്വഭാവം, ഭാവം, ഭാവന, ഇതിലൂടെ പുണ്യത്തിൻ്റെ സമ്പാദ്യം ശേഖരിക്കപ്പെടുന്നു. ഇപ്പോൾ സമയത്തിൻ്റെ സമീപത തീവ്രഗതിയിലൂടെ മുമ്പോട്ടു പോകുന്നു. ഖജനാവുകൾ ശേഖരിക്കാനുള്ള താക്കോലാണ് 3 ബിന്ദുകൾ. ഈശ്വരീയ ഖജാനകൾ ഈ ജന്മത്തിൽ മാത്രമല്ല, അനേക ജന്മങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകും. അതിനാൽ ഞാൻ നിശ്ചയ ബുദ്ധിയും നിശ്ചിന്തരുമാകുന്നു. കാരണമെന്ന വാക്കിനെ പരിവർത്തനം ചെയ്ത് നിവാരണമെന്ന വാക്ക് ഞാൻ മുന്നിൽ കൊണ്ടുവരുന്നു. കാരണം എന്ന വാക്ക് തീവ്ര പുരുഷാർത്ഥത്തിൽ ബന്ധനമായി മാറുന്നു. ബാപ്പ് ദാദ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് കണക്കാക്കി തൻ്റെ ചിത്രം സ്മൃതിയിൽ കൊണ്ടുവരണം. ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെ പേന കൊണ്ട് എൻ്റെ ചിത്രം ഇപ്പോൾ തന്നെ മുന്നിൽ കൊണ്ടുവരുന്നു. ഞാൻ ബാപ്പ് ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥനാണ്. വിശേഷ ആത്മാവാണ്. സമാനധാരി ആത്മാവാണ്. പൂർവികനും പൂജ്യനുമായ ആത്മാവാണ്. ഈ സ്മൃതിയുടെ തിലകധാരിയാകുന്നു. ഒപ്പം നിശ്ചിന്ത ചക്രവർത്തിയാകുന്നു. സർവചിന്തകളും ഭാരങ്ങളും ബാബയ്ക്ക് അർപ്പിക്കുന്ന ഡബിൾ ലൈറ്റ് കിരീടധാരിയാകുന്നു. ഞാൻ ആരാണ്? ഈ ശബ്ദം എപ്പോഴും സ്മൃതിയിൽ കൊണ്ടുവരുന്നു. ഞാൻ സദാ സമാനത്തിൻ്റെ ലിസ്റ്റ് ബുദ്ധിയിൽ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ആരാണ് എന്ന ലഹരിയിലിരിക്കുന്നു. അപ്പോൾ കാരണമെന്ന വാക്ക് മെർജായി പോകുന്നു. നിവാരണത്തിൻ്റെ സ്വരൂപമായി സർവ ആത്മാക്കൾക്കും നിർവാണധാമത്തിലും
മുക്തിധാമത്തിലും സഹജമായി പോകുന്നതിനുള്ള വഴി പറഞ്ഞുകൊടുത്ത് മുക്തി നൽകുന്നു. ഞാൻ ബാബയുടെ കഴുത്തിലെ വിജയമാലയിലെ മണിയാണെന്ന സങ്കല്പം ചെയ്യുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ഓൾമൈറ്റി സത്തയുടെ ആധാരത്തിൽ ആത്മാക്കളെ സമ്പന്നരാക്കുന്ന പുണ്യാത്മാവാകുന്നു. മഹാദാനി പുണ്യാത്മാവായി ഞാൻ ഡയറക്റ്റ് ബാബയിൽ നിന്നും പ്രകൃതി ജീത് മായാജീതിൻ്റെ വിശേഷ സത്ത പ്രാപ്തമാക്കുന്നു. ശുദ്ധ സങ്കല്പത്തിൻ്റെ ആധാരത്തിൽ ആത്മാക്കൾ ബാബയോട് സംബന്ധം ചേർത്ത് ധനവാനാകുന്നു. കേവലം ഈ സത്ത ഉപയോഗിക്കുന്നു. എപ്പോഴാണോ സമ്പൂർണതയുടെ ആശംസകൾ ആഘോഷിക്കുന്നത്, അപ്പോൾ സമയവും പ്രകൃതിയും മായയും വിട പറയുന്നു. ബാപ്പ നൽകിയിരിക്കുന്ന അവ്യക്ത സൂചനയാണ് കർമ്മവും മനസ്സും ബുദ്ധിയും ബിസിയാക്കുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടൂ. കർമ്മത്തിൻ്റെ സങ്കല്പം പോലും സ്റ്റോപ്പാകുന്നു. സെക്കൻഡിൽ വിസ്താരത്തെ ഒതുക്കി സാരരൂപമാകൂ. ഈ അഭ്യാസം കർമാതീതമാക്കുന്നു. ഓം ശാന്തി.